മറ്റാരുണ്ട് LDF അല്ലാതെ? ശ്രീലേഖ എന്ത് പറയണമെന്നുള്ളവർ അവർക്ക് പോലും അറിയില്ല. അവർ ധരിച്ചിരിക്കുന്ന ഇപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിലാണ്. അതനുസരിച്ചുള്ള പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേമത്തെ LDF സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടിയോടൊപ്പമാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? എങ്ങനെയുണ്ട്? നല്ല പ്രതികരണമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. ത്രികോണ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണല്ലോ നിയമമണ്ഡലം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഒരു വിജയപ്രതീക്ഷ ഇവിടെ? എങ്ങനെയാണ് ഇവിടെ 3 തെരഞ്ഞെടുപ്പ് നടന്നതിൽ ഒരു തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചു, 2 തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചു. ഇപ്രാവശ്യം LDF ജയിക്കാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ ആദ്യഘട്ടം മുതൽ കേൾക്കുന്നതാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ളത്. ആ ബന്ധം ഈ തെരഞ്ഞെടുപ്പിന് 2-3 ദിവസം മാത്രമേ നിലനിൽക്കുള്ളൂ. ഇപ്പോഴും അതുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതുണ്ട്. പല ബൂത്തുകളിൽ നിന്നും പല വാർഡുകളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ പിൻവലിച്ചിരിക്കുകയാണ്. ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. ഉദാഹരണം പുന്നയ്ക്കാമുകൾ വാർഡ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ രംഗത്തുനിന്ന് മാറിയിരിക്കുന്നു. അങ്ങനെ അവരുടെ ഡീല് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ഇപ്പോഴും നടക്കുകയാണ്. പിന്നെ കാട്ടാക്കടയിലെ BJP സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമായ PK കൃഷ്ണദാസ് ഇന്നലെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് LDF UDF ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ലവ് ജിഹാദ് നടപ്പാക്കുമെന്നാണ്. ഇന്നിപ്പോൾ അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ പ്രസ്താവന ഒരു തെറ്റായി തനിക്ക് തോന്നുന്നില്ല, അത് സത്യമുള്ള കാര്യമാണ്, അതുകൊണ്ട് താനത് പിൻവലിക്കില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ തന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, മതേതരത്വത്തിന് വിരുദ്ധമാണ്. വർഗീയ കലാപം രാജ്യത്തുണ്ടാക്കുന്നതിന് വേണ്ടിയും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് കൃഷ്ണദാസ് ഈ രൂപത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് ന്യൂനപക്ഷങ്ങളാകെ തന്നെ ഉത്കണ്ഠയിലാണ്. അത് ആദ്യമായിട്ടല്ല ഇപ്പോൾ ഒരു BJP സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത്. നേരത്തെ ആ ശ്രീലേഖയും സമാനമായ രീതിയിലുള്ള പരാമർശം നടത്തി. ശ്രീലേഖ എന്ത് പറയണമെന്നുള്ളവർ അവർക്ക് പോലും അറിയില്ല. അവർ ധരിച്ചിരിക്കുന്ന ഇപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിലാണ്. അതനുസരിച്ചുള്ള പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയസമ്പന്നരായിട്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. അവർ നടത്തുന്ന പ്രസ്താവനയും ശ്രീലേഖ നടത്തുന്ന പ്രസ്താവന തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരിക്കലും കഴിയില്ല. അല്പസമയം മുമ്പ് S സുരേഷ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് താങ്കൾ തൊഴിൽ മന്ത്രിയല്ല, തൊഴിലാളി വിരുദ്ധ മന്ത്രിയാണെന്നൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം പരാമർശങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കുന്നത് അത് മുഖവിലേക്കെടുക്കാൻ വേണ്ടി പോലും കഴിയാതെ തള്ളിക്കളയേണ്ട പ്രസ്താവനയാണ്. തൊഴിലാളി എന്താണെന്ന് ഇതുവരെ സുരേഷ് മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുന്നതിന് വേണ്ടി പറയുക. 1. 2. 29ഓളം വരുന്ന തൊഴിലാളികളെ അനുകൂലിക്കുന്ന നിയമങ്ങൾ റദ്ദ് ചെയ്തു 4 കോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. അക്കാര്യത്തിൽ BJPയുടെ അഭിപ്രായം പറയുക. വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും അബദ്ധങ്ങൾ വിളിച്ച് പറയുന്നത് അത് അവർ തന്നെ മറുപടി പറയേണ്ടതാണല്ല, നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. രാജീവ് ചന്ദ്രശേഖറുമായുള്ള സംവാദത്തിന് താങ്കളെ വിളിച്ചത് അവരാണ്, താങ്കളാണ് ചെല്ലാത്തതെന്നൊക്കെയാണ് അവരിപ്പോൾ പറയുന്നത്. അങ്ങനെ അവർ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയാൻ? ഞാനിപ്പോഴും പറയുന്നു, ഏത് നിമിഷം വേണോ, നാളെയും മറ്റന്നാളും ഇനി 2 ദിവസമുണ്ട്. 2 ദിവസത്തിൽ എവിടെ വച്ച് ഏത് നിമിഷം വേണോ തുറന്ന സംവാദത്തിന് തയ്യാറാണ്. നേമത്ത് അങ്ങേയറ്റം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ജയിക്കും, നല്ല പുരുഷ ജയിക്കും. സംസ്ഥാനത്താകെ ഒരു മൂന്നാമത് ഒരു ഭരണ തുടർച്ചയുണ്ടാകും, അത് ഉറപ്പാണ്. നേമത്ത് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ പ്രതീക്ഷയിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും നേമത്തെ LDF സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ജനങ്ങൾ വലിയ ആവേശത്തിൽ തന്നെയാണ്, അതിനൊപ്പം താനും വലിയ ആവേശത്തിലാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.